प्रभवो रामो नाम जनैश्रुत नियतात्मा महावीर्यो द्युतिमान् धृतिमान् वशी बुद्धिमान् नीतिमान् वाग्मी श्रीमान् शत्रुनिबर्हण विपुलांसो महाबाहु कम्बुग्रीवो മഹാഹനു. ലക്ഷ്മണൻ കുട്ടികളെ കണ്ടെത്തിയെന്ന് തോന്നുന്നു. അതെ ജ്യേഷ്ഠ, രാജവീതി കടന്നു വന്ന ഋഷിമാർ പറഞ്ഞത് ശരിയാണ്. അവർ ജ്യേഷ്ഠനെ കുറിച്ച് തന്നെയാണ് പാടുന്നത്. കുട്ടികളെന്നല്ലേ ഋഷിമാർ പറഞ്ഞത്? അതെ ജ്യേഷ്ഠ. നീ ശ്രദ്ധിച്ചോ ഭരത? അവരെന്റെ കണ്ടെത്തിയെക്കുറിച്ചും ബാഹുക്കളെ കുറിച്ചുമൊക്കെ പാടുകയാണ്. എവിടെ വെച്ചാണോ അവരെന്നെ കണ്ടിട്ടുള്ളത്? കാവ്യം ചമച്ചത് മറ്റാരോ ആണെന്നാണ് ചാരന്മാർ നമ്മെ അറിയിക്കുന്നത്. ആ, ലക്ഷ്മണൻ എത്തിയല്ലോ. വരൂ ലക്ഷ്മണ. ലക്ഷ്മണ, നീ ശ്രദ്ധിച്ചില്ലേ? എന്താ ജ്യേഷ്ഠ? ആ കുട്ടികൾക്ക് ജ്യേഷ്ഠനുമായി എന്തൊരു മുഖസാദൃശ്യം! മരൂരി മാറ്റി വിശേഷ വസ്ത്രം ധരിപ്പിച്ചാൽ 3 പേരും ഒന്നാണെന്നേ പറയൂ. കുട്ടികളെ, എല്ലാ നന്മകളും ആശംസിക്കുന്നു. പറയൂ, ആരാണ് നിങ്ങൾ? എവിടെ നിന്ന് വരുന്നു? മഹാരാജൻ, ഞങ്ങൾ മുനികുമാരന്മാരാണ്, വനവാസികൾ. അവിടുന്ന് അശ്വമേധയാഗം നടത്തുന്ന വിവരമറിഞ്ഞ് ഗുരുവിനോടൊപ്പം വന്നതാണ്. അത് നന്നായി. പറയൂ, ആരാണ് നിങ്ങളുടെ ഗുരു? മഹാതപസി വാൽമീകി മഹർഷിയാണ് മഹാരാജൻ. വാൽമീകി മഹർഷിയുടെ ശിഷ്യന്മാരോ? എന്നിട്ട് അദ്ദേഹം എവിടെ? മുനിമാർക്കായി ഒരുക്കിയിട്ടുള്ള അതിഥിശാലയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് ജ്യേഷ്ഠ. ഓ ശരി. പറയൂ, ആരാണ് ഈ കാവ്യത്തിന്റെ കർത്താവ്? അതും ഞങ്ങളുടെ ഗുരു തന്നെയാണ് മഹാരാജൻ. മഹർഷി പിന്നെയും വിസ്മയിപ്പിക്കുകയാണല്ലോ. ലക്ഷ്മണ, നമുക്കിപ്പോൾ തന്നെ മഹർഷിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം. യാഗഭൂമി വിട്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് വരുത്തണം. വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ തേരയച്ചിട്ടുണ്ട് മഹാരാജൻ. ഒട്ടും വൈകാതെ അദ്ദേഹം ഇങ്ങ് എത്തും. അത് നന്നായി. ഒരു കാര്യം കൂടി, അതിബുദ്ധിമാന്മാരായ ഈ മുനികുമാരന്മാർക്ക് ഇപ്പോൾ തന്നെ 18,000 സ്വർണവരാഹം സമ്മാനമായി നൽകാൻ ഞാൻ കൽപ്പിക്കുന്നു. മഹാരാജൻ, വനവാസികളായ കുമാരന്മാരാണ് ഞങ്ങൾ. ഈ സ്വർണം കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. അതിനാൽ അങ്ങീ കൽപ്പന പിൻവലിച്ചാലും. കൊള്ളാം, വാൽമീകി മഹർഷിയുടെ ശിഷ്യന്മാർ തന്നെ. ശരി, ഈ കാവ്യത്തിന് എന്ത് ദൈർഘ്യമുണ്ട്? 24,000 ശ്ലോകങ്ങളായി മഹർഷി വാൽമീകി അങ്ങയുടെ ജീവിതം മുഴുവൻ ആലേഖനം ചെയ്തിരിക്കുന്നു മഹാരാജൻ. നീ ശ്രദ്ധിച്ചോ ലക്ഷ്മണ? ഈ മുനികുമാരന്മാർ കേവലം മുനികുമാരന്മാരല്ലെന്ന് എനിക്ക് തോന്നുന്നു. നിനക്കെന്ത് തോന്നുന്നു? അതെ ജ്യേഷ്ഠ, അങ്ങ് ചിന്തിച്ചത് ശരിയാണ്. ഇവർ ഇക്ഷ്വാകു കുമാരന്മാരാണ്. എന്ന് വെച്ചാൽ അങ്ങയുടെ പുത്രന്മാർ. അങ്ങ് അനുവദിച്ചാൽ ഋഷിമാരോടൊപ്പം ജ്യേഷ്ഠത്തിയും ഈ യാഗവേദിയിൽ വന്നു ചേരും. അങ്ങനെയാകട്ടെ ലക്ഷ്മണ. സീത ശുദ്ധി ആചരിച്ചവളും വാക്കോ ശരീരമോ മനസ്സോ കൊണ്ട് പാപം ചെയ്യാത്തവളുമാണെങ്കിൽ ഈ യാഗഭൂമിയിൽ വെച്ച് മാമുനിമാരുടെ അനുമതിയോടെ അവളുടെ ശുദ്ധിയെക്കുറിച്ച് ശപഥമെടുക്കട്ടെ. അതാ അവർ വരികയായി. പ്രണാമം മഹർഷേ. അങ്ങേ നൈമിഷാരണ്യത്തിലെ ഈ യാഗഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹാരാജൻ, യജ്ഞഭോഗമോ ദാനമോ തേടിയല്ല ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇതാ സീതാദേവി, സുവ്രത, ധർമ്മചാരിണി. ഈ കുമാരന്മാരെ നോക്കിയാലും അങ്ങയുടെ പ്രതിബിംബം പോലെ ശോഭിക്കുന്നവർ. സീതയെ തിരസ്കരിച്ച തെറ്റ്
ഈ യജ്ഞവേദിയിൽ വച്ച് അങ്ങ് തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ തപസിദ്ധിയുടെ ഉരകളിൽ വെച്ച് സീതയുടെ വിശുദ്ധി ഞാൻ പ്രഖ്യാപിക്കുന്നു. മഹർഷേ, അങ്ങയുടെ വാക്കുകൾ സത്യമാണ്, അതെനിക്ക് ബോധ്യമാണ്. ഈ കുമാരന്മാർ ഇരട്ടകളാണെന്നും അവർ എന്റെ പുത്രന്മാരാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. ഇനി സീത സംസാരിക്കട്ടെ. ഞാൻ മനസ്സുകൊണ്ട് എന്റെ ഭർത്താവിനെ അല്ലാതെ മറ്റാരെയും ചിന്തിക്കുന്നില്ല. ഇത് സത്യമെങ്കിൽ ഭൂമിദേവി എനിക്ക് ഇടം തരട്ടെ. വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ ശ്രീരാമനെ പൂജിക്കുന്നു. ഇത് സത്യമെങ്കിൽ ഭൂമിദേവി എന്നെ സ്വീകരിക്കട്ടെ. ശ്രീരാമന് മുകളിലായി മറ്റൊന്നും എന്നെ അലട്ടുന്നില്ല. ഇത് സത്യമെങ്കിൽ ഭൂമിദേവി എന്നെ സ്വീകരിക്കട്ടെ. സാധി, മഹാസാധി, മഹാസാധി. യയാതിയുടെ ഏത് പുത്രനാണ് തന്റെ യൗവനം അദ്ദേഹത്തിന് നൽകിയത്? ഒരു ഓക്കെ, അടുത്ത ചോദ്യം. പരീക്ഷിത് മഹാരാജാവ് നായാട്ടിന് പോയപ്പോൾ ഏത് മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേർന്നത്? ശമീകമുനി. ജന്മജയൻ നായാട്ടിന് പോയ ശരി ഉത്തരം. ജന്മജയൻ നായാട്ടിന് പോയപ്പോൾ ഏത് മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേർന്നത്? 62 സെക്കൻഡ്സ് ബാക്കി. ജനമേജയൻ നായാട്ടിന് പോയപ്പോൾ ഏത് മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേർന്നത്? സൗമ്യൻ. തെറ്റുത്തരം. പഞ്ചമവേദം എന്ന് പറയുന്നത് പ്രധാനമായും എന്തിനെയാണ്? മഹാഭാരതം. ശരി ഉത്തരം. ശല്യർ എത്ര ദിവസമാണ് സൈന്യത്തെ നയിച്ചത്? ഒരു ദിവസം. തെറ്റ്. രുരു ആരെയാണ് വിവാഹം ചെയ്തത്? പ്രമുദ്വരം. ശരി ഉത്തരം. ദുര്യോധനൻ ആരുടെ അവതാരമാണ്? കലി. ശരി ഉത്തരം. അദിതിയുടെ പുത്രന്മാർ ആരായിരുന്നു? 12 ആദിത്യന്മാർ. ഓക്കെ. സർവദമന്റെ മറ്റൊരു പേരെന്താണ്? ഭരതൻ. ശരി. ദേവേന്ദ്രന്റെ കുതിരയുടെ പേരെന്താ? ഉച്ചൈസ്രവസ്. ശരി ഉത്തരം. ഉത്തങ്ങളിൽ നിന്നും കുണ്ടലങ്ങൾ ആരാണ് തട്ടിയെടുത്തത്? തക്ഷകൻ. ശരി ഉത്തരം. മഹാഭാരത കഥ വൈശമ്പായന മഹർഷി എവിടെ വെച്ചാണ് ജനമേജയന് ഉപദേശിക്കുന്നത്? യാഗശാലയിൽ വച്ച്. എന്ത് യാഗശാലയെന്ന് സ്പെസിഫൈ ചെയ്യാം? സമയം കഴിഞ്ഞു. ജനമേജയന്റെ സർപ്പസത്രത്തിലെ ശരി ഉത്തരം. ശരി ഉത്തരം. ആദ്യത്തെ ചോദ്യം. പരീക്ഷത്തിന്റെ പുത്രൻ ആരാണ്? ജനമേജയൻ. ശരി ഉത്തരം. മഹാഭാരതത്തിന്റെ അധ്യായങ്ങൾ കുറവുള്ള പർവ്വം ഏതാണ്? പെട്ടെന്ന് പറയുക. ആദിപർവം. തെറ്റുത്തരം. ഭൃഗു മഹർഷിയുടെ പത്നി ആരാണ്? 75 സെക്കൻഡ്സ് ബാക്കി. പ്രമതി. തെറ്റുത്തരം. ജലൽക്കാരുവിന്റെ സഹോദരൻ ആരാണ്? 63 സെക്കൻഡ്സ് ബാക്കി. വാസുകി. ശരി ഉത്തരം. സ്വർഗത്തിൽ അമൃതിന് കാവൽ നിന്നിരുന്നത് ആരായിരുന്നു? വിശ്വാമിത്രൻ. തെറ്റ്. ബൃഹസ്പതി മഹർഷിയുടെ പിതാവ് ആരാണ്? ഓക്കെ. ശാന്തനു മഹാരാജാവിന്റെ പിതാവ് ആരാണ്? 43 സെക്കൻഡ്സ് ബാക്കി. അറിയില്ലെങ്കിൽ അടുത്തതിൽ പോവാം, സമയം കളയണ്ട. ഓക്കെ. ലോമഹർഷണന്റെ പുത്രൻ ആരാണ്? ഉഗ്രശ്രവസ്. ശരി ഉത്തരം. ധൗമ്യ മഹർഷിയുടെ ഏതെങ്കിലും ഒരു ശിഷ്യന്റെ പേര് പറയുക. വേദൻ. ശരി ഉത്തരം. എന്താണ് ഗുൽമം? അക്ഷൗണി പടയിലുള്ള ഒരു കണക്കിനെയാണ് ഗുൽമം എന്ന് പറയാറുള്ളത്. കണക്ക് സ്പെസിഫൈ ചെയ്യാമോ? 3 ഗുൽമം. ഓക്കെ, അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും തൽക്കാലത്തേക്ക്, കാരണം അത് തെറ്റാണ്. ഓക്കെ. ഭൃഗുവിന്റെ പുത്രന്റെ പേരെന്താ? 5 സെക്കൻഡ്സ്. വേഗം വേഗം. ശേവനൻ. ഓക്കെ. നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളിൽ തെറ്റായ ചില ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ശരിയായ ഉത്തരം പറയുകയാണ്. മഹാഭാരതത്തിൽ അധ്യായങ്ങൾ കുറവുള്ള പർവ്വം മഹാപ്രസ്ഥാന പർവ്വമാണ്. അതിൽ 3 അധ്യായങ്ങളാണുള്ളത്. ഭൃഗു മഹർഷിയുടെ പത്നി പുലോമയാണ്. മൂന്നാമതായി നിങ്ങൾ തെറ്റിച്ചത് സ്വർഗത്തിൽ അമൃതിന് കാവൽ നിൽക്കുന്ന ആരായിരുന്നു? നിങ്ങൾ വിശ്വകർമാവ്, അത് വിശ്വാമിത്രൻ എന്ന് പറഞ്ഞു, വിശ്വകർമാവായിരുന്നു. ബൃഹസ്പതി മഹർഷിയുടെ പിതാവ് ആരാണ്? ആംഗീരസ് ആണ് ശരിയായ ഉത്തരം.
ശാന്തനു മഹാരാജാവിൻ്റെ പിതാവ് പ്രദീപ രാജാവാണ്. അതേപോലെ അവസാനമായി ഗുൽമം എന്ന് പറയുന്ന 3 സേനാമുഖം ചേർന്നതാണ്. ആ ഉത്തരം അവിടെയും നിങ്ങൾക്ക് തെറ്റുപറ്റും. രാക്ഷസ രാവണ പ്രഭു നശിച്ചു, എല്ലാം നശിച്ചു. അകമ്പന, നിന്നെ നാം ജനസ്ഥാനത്തല്ലേ നിയോഗിച്ചിരുന്നത്? പിന്നെന്താ ഇവിടെ നമ്മുടെ കാൽച്ചുവട്ടിൽ? അല്ല, നിന്റെ മേലാകെ ചോരയാണല്ലോ. എന്തുണ്ടായി? രാവണ സേവകനായ നിന്നെ ആക്രമിക്കാൻ ധൈര്യം കാട്ടിയവൻ ആരെ? ഇനി ഉണ്ടാകാൻ ഒന്നുമില്ല പ്രഭു. എനിക്ക് മുറിവ് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാവർക്കും ജീവഹാനി തന്നെ ഉണ്ടായി. ജീവഹാനി? ആർക്ക്? ഖരൻ എവിടെ? ദൂഷണനും തൃശിരസും എവിടെ? അവരൊന്നും ജീവനോടെ ഇരിപ്പില്ല പ്രഭു. ജനസ്ഥാനത്തുണ്ടായിരുന്ന രാക്ഷസന്മാരിൽ ഞാൻ മാത്രമേ ജീവനോടെ ശേഷിച്ചിട്ടുള്ളൂ. ആരാണ്, ആരൊക്കെയാണ് രാവണാധീനത്തിലുള്ള ജനസ്ഥാനത്ത് കടന്നു കയറി മരണത്തിന് തയ്യാറെടുത്ത പടുവിഠികൾ? ആരാണവർ? പറയൂ അകമ്പന. അവർ 2 യുവാക്കളാണ് പ്രഭു. കോസലാധീശനായിരുന്ന ദശരഥന്റെ പുത്രന്മാരാണത്രേ രാമനും ലക്ഷ്മണനും. എങ്കിൽ ആ മനുഷ്യ കീടങ്ങളെ വധിച്ചിട്ട് മതി മേൽക്കാര്യം. നാമിതാ അവരെ വധിക്കാൻ പുറപ്പെടുകയായി. നിനക്ക് വേണമെങ്കിൽ പിന്തുടരാം. അജിത് മഹാരാജൻ, സാഹസമല്ല ഇപ്പോൾ വേണ്ടത്, തന്ത്രമാണ്. തന്ത്രം. മഹാരാജൻ, അവരിൽ മൂത്തവനായ രാമന് അതിസുന്ദരിയായ ഭാര്യയുണ്ട്, സീത. അവളെ അവന് ജീവനേക്കാൾ പ്രിയമാണ്. ആ സീതയെ അപഹരിച്ചു കൊണ്ടുപോന്നാൽ ആ രാമൻ മനസ്സ് തകർന്ന് മരിച്ചു പോകും. അതാണ് നല്ല വഴി മഹാരാജൻ. ജ്യേഷ്ഠ, ശൂർപ്പണഖേ, പ്രിയ സഹോദരി, എന്താ ഇത്? നിന്നെയും ആ രാമൻ ആക്രമിച്ചോ? അതേ ജ്യേഷ്ഠ, സ്ത്രീ എന്ന പരിഗണന പോലും തരാതെ അവരെന്റെ മൂക്കും ചെവിയും മുറിച്ചു. ഖരദൂഷണന്മാർക്കൊപ്പം നമ്മുടെ സൈന്യത്തോടൊപ്പം അവരെ നേരിടാൻ നീയും ആയുധമെടുത്ത് പുറപ്പെട്ടോ? ഇല്ല ജ്യേഷ്ഠ, ഞാൻ ഒന്നിനും പോയില്ല. ഒന്നു മാത്രം ചെയ്തു. ആ രാമന് ഒരു ഭാര്യയുണ്ട്, അതിസുന്ദരി. ഭൂമിയിലും സ്വർഗത്തും അവളോളം സുന്ദരിയായ മറ്റൊരു സ്ത്രീ ഉണ്ടാവില്ല. അവളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൾ നിനക്കല്ല ചേരുന്നത്, രാക്ഷസേശ്വരനായ എന്റെ ജ്യേഷ്ഠൻ രാവണനാണെന്ന്. ഇവളെ നീ അദ്ദേഹത്തിന് നൽകണമെന്നും പറഞ്ഞു. ആ പറഞ്ഞതിനാണ് അവൻ ആ ലക്ഷ്മണൻ കണ്ടില്ലേ വെട്ടിമുറിച്ച് വെച്ചിരിക്കുന്നത്. ശൂർപ്പണഖേ, നിന്റെ മുറിവുകൾക്ക് ഞാൻ മറുപടി പറയും. ഇന്ന് തന്നെ ആ രാമന്റെ സകല സന്തോഷങ്ങളും ഞാൻ അപഹരിക്കും. ഹിതമായത് കേൾക്കാൻ കാത്തിരിക്കും. അമ്മാവാ, രാക്ഷസേശ്വരനായ രാവണൻ ഈ മാർജിന്റെ കുപ്പമാടത്തിലോ? പ്രണാമം, പ്രണാമം മഹാരാജൻ. അങ്ങേക്കും എന്റെ പ്രണാമം. എന്താണ് കാര്യം രാക്ഷസേശ്വര? എന്തിനു വേണ്ടിയാണ് അങ്ങ് ഈ മാരീജാശ്രമം തേടി വന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമ്മാവ. ഇതിന് എനിക്ക് അങ്ങയുടെ സഹായം അത്യാവശ്യമാണ്. പറയൂ, അല്ല കൽപ്പിക്കൂ മഹാരാജൻ. ഈ രാക്ഷസ കുലത്തിന് ഹിതമായതെന്തും ഞാൻ അനുഷ്ഠിക്കാം. അങ്ങ് രാമനെന്നും ലക്ഷ്മണനെന്നും പേരായ 2 മനുഷ്യ കീടങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല അവരുടെ പരാക്രമം അനുഭവിച്ചിട്ടുമുണ്ട്. എന്താ മഹാരാജൻ? ഞാൻ അവരെ കൊല്ലാൻ പോകുകയാണ്. അതിനെനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ്. രാവണ, അങ്ങക്കെന്നല്ല ഈ പ്രപഞ്ചത്തിൽ ആർക്കും തന്നെ അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാനോ വധിക്കാനോ സാധിക്കില്ല. ഇല്ല, യുദ്ധം ചെയ്യുന്നില്ല, നേരിട്ട് എതിർക്കുന്നുമില്ല. പകരം അവന്റെ പെണ്ണിനെ അപഹരിക്കുന്നു. അതിലൂടെ അവന്റെ മനോധൈര്യം തകർക്കുന്നു. അങ്ങനെ ഞാൻ അവനെ കീഴ്പ്പെടുത്തുന്നു.
വിഷയാവിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വ്യാസവിരചിതമായ മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിൽ നിന്നെടുത്താണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 59-ാം ശ്ലോകമാണിത്. സാഖ്യയോഗത്തിന് സംക്ഷിപ്ത ഗീത എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ഗീതയുടെ സാരാംശം ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ ശ്ലോകം, അതായത് 59-ാം ശ്ലോകം, ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ രസവർജം രസോപ്യസ്യ, അതായത് നമ്മൾക്ക് വിഷയങ്ങളോട് രസം, അതായത് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ആ ആഗ്രഹങ്ങൾ എപ്പോഴാണോ ത്യജിക്കുന്നത്, അതായത് നമ്മൾ പരമാത്മാവിനെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ രസങ്ങളെയെല്ലാം ത്യജിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ എപ്പോഴും വിഷയങ്ങളോട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. നമ്മളുടെ ആ ആഗ്രഹത്തിനെ ത്യജിക്കണമെങ്കിൽ നമ്മൾ പരമാത്മാവിനെ ദർശിക്കണം. അതുകൊണ്ട് ആണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് പരമാത്മാവിനെ ദർശിക്കുമ്പോൾ നമ്മുടെ രസങ്ങളും കൂടി പോകും. ആ ആഗ്രഹം എപ്പോഴും കിടക്കുന്നുണ്ടാകും. ആ ആഗ്രഹങ്ങളെ ത്യജിക്കുന്നത് പരമാത്മാവിനെ ദർശിക്കുമ്പോഴാണ്. ഒരു ഉദാഹരണത്തിന്, പ്രമേഹ രോഗികൾ എപ്പോഴും മധുരത്തിനോട് ഇഷ്ടമാണ്, പക്ഷെ അസുഖമായതുകൊണ്ട് കഴിക്കുന്നില്ല. അപ്പോൾ പക്ഷേ സമയം കിട്ടിയാൽ അവർ എന്തെങ്കിലും മധുരം തിന്നും. പക്ഷേ സ്ഥിതപ്രജ്ഞൻ അങ്ങനെയല്ല, എപ്പോഴും ഒന്നിനോടും ആഗ്രഹമില്ലാതെയാണ് ഇരിക്കുന്നത്. കാരണം അവർ പരമാത്മാവിനെ ദർശിച്ചതാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വിത്തിനുള്ളിൽ ഒരു ചെടി പൂർണ്ണ രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു. അത് അനുയോജ്യമായ സമയം കിട്ടുമ്പോൾ അത് പൊട്ടിമുളയ്ക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ആഗ്രഹങ്ങൾ അതുപോലെയാണ് ഇരിക്കുന്നത്. അതിന് അനുയോജ്യമായ സമയം കിട്ടുമ്പോൾ അത് പുറത്തു വരും. പക്ഷേ പരമാത്മാവിനെ ദർശിക്കുമ്പോൾ ആ വിത്ത് വിത്ത് മുളയ്ക്കുകയില്ലല്ലോ. അതുപോലെയാണ് സ്ഥിതപ്രജ്ഞൻ്റെ എല്ലാ ആഗ്രഹങ്ങളും വറുത്ത് വെച്ചതുപോലെ അതിനെ ഒരിക്കലും പൊട്ടിമുളയ്ക്കുകയില്ല. മാതാ ഗാന്ധാരി, നാം കുരുക്ഷേത്ര ഭൂമിയിലെത്തി. കുരുക്ഷേത്രം എനിക്ക് കാണണം. ഈ കുരുക്ഷേത്ര ഭൂമിയെ എനിക്ക് കാണണം. പുത്രകുമാര, നീ ഒന്ന് കണ്ണു തുറക്കൂ. അമ്മയൊന്ന് നോക്കൂ. കൃഷ്ണ, ഞാനിത് എങ്ങനെ സഹിക്കും? യുദ്ധം ക്ഷത്രിയ ധർമ്മമാണ്. എന്നിട്ടിപ്പോ എനിക്കിത് താങ്ങുന്നില്ല. ഇതെന്നെ ദുർവിധി. ഹേ മഹാദേവ, ഈ കാഴ്ച എനിക്ക് എങ്ങനെ സഹിക്കാനാവും? പുത്ര ദുര്യോധന, നിനക്ക് വിജയം ആശംസിക്കാതെ ധർമ്മത്തിന് വിജയം ആശംസിച്ചപ്പോൾ ഈ കുരുവംശം മുഴുവനും ഇങ്ങനെ നശിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. പാണ്ഡവരോട് ശത്രുത പാടില്ലെന്ന് പറഞ്ഞതല്ലേ ഉണ്ണി ഞാൻ. എന്നിട്ടിപ്പോ എനിക്ക് എന്റെ 100 മക്കളെയും നഷ്ടപ്പെട്ടുവല്ലോ. മകനെ ദുശാസന, പണ്ട് രാജസദസ്സിൽ വെച്ച് ദ്രൗപദി അപമാനിച്ചതിന്റെ ഫലമായി
ഇന്ന് ഭീമൻ നിന്നെ കൊന്ന് ചോര കുടിച്ചില്ലേ? പതിവ്രതയെ അപമാനിച്ചതിന്റെ ഫലം അനുഭവിക്കാതെ പറ്റില്ലല്ലോ. കൃഷ്ണ, ജയദ്രഥന്റെ ശിരസ് തേടി എന്റെ മകൾ ഈ രണഭൂമിയിൽ അലയുന്നത് നീ കാണുന്നില്ലേ കൃഷ്ണ? ഫലത്തിലും വീര്യത്തിലും അർജുനനേക്കാൾ ശ്രേഷ്ഠനാണ് അഭിമന്യു. ഇളം പൈതലിനെങ്കിലും നിനക്ക് രക്ഷിക്കാമായിരുന്നില്ലേ കൃഷ്ണ? ഹേ മാധവ, നിന്റെ ഹൃദയം ഇത്രയ്ക്ക് കഠിനമാണല്ലോ. മരിച്ചിട്ടും അഭിമന്യുവിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞിട്ടില്ല. ഈ കാഴ്ച എനിക്ക് എങ്ങനെ സഹിക്കാനാവും? ഹേ ജനാർദ്ദന, പരസ്പരം വൈരനിമിത്തമാണ് ഈ കുരുവംശം ഇങ്ങനെ നശിച്ചത്. ഇന്ന് ആര്യാവർത്തത്തിലെ കുലസ്ത്രീകൾ ഈ യുദ്ധഭൂമിയിൽ ഇരുന്ന് വിലപിക്കുന്നു. ഇവരുടെ ആർത്തനാദം നീ കേൾക്കുന്നില്ലേ കൃഷ്ണ? ഇന്നിവർ അനാഥരാണ്. ഇതിന് കാരണം നീ മാത്രമാണ് കൃഷ്ണ, നീ മാത്രം. എനിക്കറിയാം കൃഷ്ണ, നിനക്ക് ഈ കൊടിയ യുദ്ധം തടയാമായിരുന്നു. നിന്റെ പ്രതാപവും ശക്തിയും എപ്രകാരമാണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ നീ ഒന്നും ചെയ്തില്ല. കൗരവർ ഓരോരുത്തർ ഈ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുമ്പോൾ നീ വെറുമൊരു കാഴ്ചക്കാരനായി നോക്കി നിന്നില്ലേ കൃഷ്ണ? ഈ കുലസ്ത്രീകളുടെ ആർത്തനാദത്തെ സാക്ഷിയാക്കി ധൃതരാഷ്ട്ര പത്നിയായ ഈ ഗാന്ധാരി പാതിവൃത്യമാകുന്ന തപശക്തിയാൽ നിന്നെ ശപിക്കുന്നു. ഹേ ദേവകീ നന്ദന, എപ്രകാരമാണോ കുരുവംശം നശിച്ചത്, അപ്രകാരം ഇന്നേക്ക് 36 വർഷം തികയുമ്പോൾ യദുവംശം തമ്മിൽ തല്ലി നശിക്കും. കുരുവംശ സ്ത്രീകളെ പോലെ യദുവംശ സ്ത്രീകളും അനാഥരായി വിലപിക്കും. ജ്ഞാനികളും പുത്രന്മാരും തമ്മിൽ തല്ലി നശിക്കുമ്പോൾ അന്നും നിനക്കൊരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കേണ്ടി വരും. നീയും ഒരു അനാഥനെ പോലെ വധിക്കപ്പെടും. മാതാ ഗാന്ധാരി, അവിടുത്തെ വാക്കുകൾ ഭാവിയിൽ സത്യമാകും. എന്റെ കുലത്തിന്റെ നാശം എന്നിൽ തന്നെ നിക്ഷിപ്തമാണ്. ഞാനും ഭാവിയിൽ ഒരു അനാഥനെ പോലെ കാട്ടിൽ വധിക്കപ്പെടും. തഥാസ്തു. രാഗേന്ദു, ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായുള്ളൊരു ചോദ്യം തന്നെയാണ്. അർജുനൻ വാസ്തവത്തിൽ കൃഷ്ണനിൽ നിന്നും ഗീതോപദേശം കേൾക്കുവാൻ യോഗ്യനാണോ എന്നാണ് ചോദ്യം. അപ്പൊ ഈ സംവാദത്തിൽ യോഗ്യനാണ് എന്നും യോഗ്യരല്ല എന്നുമാണ് രണ്ട് ടീമുകളും പറയാൻ പോകുന്നത്. അപ്പൊ യോഗ്യരാണെന്ന് പറയുന്നത് അമൃത വിദ്യാലയം ചങ്ങനാശ്ശേരി, യോഗ്യനല്ല എന്ന് പറയുന്നത് അമൃത വിദ്യാലയം പന്തളം. ഓക്കെ, അപ്പൊ നമുക്ക് സംവാദം തുടങ്ങാം. തയ്യാറാണ്? ഓക്കെ, നിങ്ങളും തയ്യാറാണ്? ഓക്കെ, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ശ്രീകൃഷ്ണനിൽ നിന്നും അർജുനൻ ഗീതോപദേശം സ്വീകരിക്കാൻ യോഗ്യനാണ് എന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഭഗവാന്റെ മുൻപിൽ സർവവും സമർപ്പിച്ച് തന്നെ ഉദ്ധരിക്കാൻ അഭ്യർത്ഥിക്കുന്നതാണ് ആദ്യത്തേത്. ശ്രദ്ധ കൊണ്ട് ലക്ഷ്യത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അർജുനൻ. രണ്ടാമത്തേത്, ഗുരുവിൻ്റെ ആജ്ഞകൾ നിരസിക്കാതെയും താങ്കളുടെ ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ സാധ്യമല്ല. കാരണം താങ്കൾക്കറിയാമോ എന്താണ് പരമമായ ഗീതോപദേശത്തിൻ്റെ ലക്ഷ്യമെന്ന്, അഥവാ എന്തിനാണ് ഭഗവാൻ ഗീത ഉപദേശിച്ചതെന്ന്? പരമമായ ദുഃഖമോചനമാണ് ഭഗവത്ഗീത. എന്നാൽ ഈ ശാസ്ത്രം കേൾക്കുവാൻ താൻ യോഗ്യനല്ല എന്ന് യുദ്ധാനന്തരമുള്ള അനവധി പ്രവർത്തികളിലൂടെ അർജുനൻ തെളിയിക്കുന്നുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ, ഒരു ഗുരുവായി ശ്രീകൃഷ്ണനെ സങ്കല്പിച്ചാണ് അർജുനൻ എത്തിയതെന്ന്. ഒരു ഗുരുവായി അർജുനൻ സങ്കല്പിച്ചാണ് ശ്രീകൃഷ്ണനെ എത്തിയെങ്കിൽ അത് അല്ല എന്ന് സ്ഥാപിക്കാൻ നിരവധി ഉദാഹരണങ്ങൾ മഹാഭാരതത്തിലുണ്ട്. ഓക്കെ, ഞാൻ ഇടപെടുന്നു. ഇതിൽ അർജുനന്റെ പിൽക്കാലത്തുള്ള ചില വിഷയങ്ങൾ, ഏതെങ്കിലും 2 വസ്തുതകളും നിങ്ങൾ പറയേണ്ടതാണ്. പറയാം. യുദ്ധാനന്തരം സർവ്വസുഖഭോഗങ്ങളോടും കൂടി വാഴുന്ന അർജുനൻ ഒരിക്കൽ ശ്രീകൃഷ്ണന്റെ അടുത്ത് ചോദിച്ചു. അത് അശ്വമേധ പർവ്വത്തിൽ വെച്ച് ഒരിക്കൽ ചോദിക്കുകയായിരുന്നു,
ഭഗവാനെ അങ്ങ് എനിക്ക് യുദ്ധകളത്തിൽ വെച്ച് ഉപദേശിച്ചു തന്ന ആ ഗീത എനിക്കിപ്പോൾ വേണ്ടുവണ്ണം ഓർമ്മയില്ല. അതങ്ങ് എനിക്ക് ഒരിക്കൽ കൂടി ഉപദേശിച്ച് തരണമേ എന്ന് ഭഗവാന്റെ അടുത്ത് അർജുനൻ അപേക്ഷിച്ചു. സാക്ഷാൽ നാരായണൻ നേരിട്ട് ഉപദേശിച്ച് തന്നതാണ് ഗീത. അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞ പ്രകാരം ഗുരുവായിട്ട് സങ്കല്പിച്ചാണ് ചെന്നതെങ്കിൽ ഒരു ഗുരു പറഞ്ഞു തരേണ്ടത് ശിഷ്യൻ അതേപോലെ കേൾക്കുകയും അത് മറന്നു പോകാൻ പാടില്ലാത്തതുമാണ്. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അർജുനൻ ഒരു വിദ്യാർത്ഥിയാവുകയാണ്. വിദ്യാർത്ഥി എന്നല്ല, എന്നാൽ വിദ്യ യാചിക്കുന്നവൻ. അപ്പോൾ അർജുനൻ ഇവിടെ വിദ്യ യാചിക്കുകയാണ് ശ്രീകൃഷ്ണൻ്റെ അടുത്ത്. അല്ലയോ ഭഗവാനെ, എനിക്ക് പറഞ്ഞു തന്നാലും. അതിനൊരു ശ്ലോകമുണ്ട്, ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകം. കാർപ്പണ്യദോഷോ ബഹത സ്വഭാവ പൃച്ഛാമിതാം ധർമ്മ സമ്മൂഢചേത യത് ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്നേഹം ശാതിമാം ത്വം പ്രപന്നം. കാർപ്പണ്യദോഷം കൊണ്ട്, അതായത് ദൈന്യവും ചാബല്യവും കൊണ്ട് എനിക്ക് സ്വഭാവം നഷ്ടമായിരിക്കുന്നു. ധർമ്മമേതെന്ന് എനിക്ക് തിരിച്ചറിയാൻ വയ്യാതായി. എന്താണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്? അത് പറഞ്ഞു തന്നാലും ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. എന്നെ ശാസിച്ചാൽ. പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചതാണ് അർജുനൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞത് അർജുനൻ മറക്കാൻ പാടുണ്ടോ? പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ശ്രീകൃഷ്ണൻ ഇങ്ങോട്ട് വന്നതല്ല, പറഞ്ഞു തരാമോ എന്ന് അഭ്യർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു തന്നെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം പറയാം. പറഞ്ഞു തരാമോ എന്ന് ചോദിക്കണം. ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. ഇവിടെ അർജുനനെയും ശ്രീകൃഷ്ണനും നമ്മൾ നരനാരായണന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അർജുനനെ ഓരോ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ശ്രീകൃഷ്ണൻ ഇവിടെ ചെയ്യുന്നത്. ഇടപെടുന്നു. ഓർമ്മപ്പെട്ട കാര്യം മറക്കാൻ പാടുണ്ടോ? ഓർമ്മപ്പെടുത്തിയതാണ്. നരനാരായണനാണെന്ന് താങ്കൾ തന്നെയാണല്ലോ പറഞ്ഞത്. ആ നാരായണൻ പറഞ്ഞു തന്നത് ഒരു നരൻ മറക്കാൻ പാടുണ്ടോ? ഇവിടെ അർജുനൻ ഒരു മനുഷ്യജന്മമാണ് എടുത്തേക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ 5 ഇന്ദ്രന്മാരായിരുന്നു അവർ. ശിവശാപം മൂലം പാണ്ഡവരായിട്ട് ജനിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ചില പോരായ്മകൾ അവർക്കുണ്ടായിരുന്നു. അല്ല, അതിലും യോഗ്യതയുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ള ആ ഒരു വിഷയത്തിലേക്ക് വരൂ. കാരണം ഇവിടെ ചോദ്യം, അർജുനൻ വാസ്തവത്തിൽ കൃഷ്ണനിൽ നിന്നും ഗീതോപദേശം കേൾക്കുവാൻ യോഗ്യനാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ അതിനെന്താണ് ഈ പൂർവ്വജന്മത്തിൽ ഇന്ദ്രനായത് യോഗ്യതയാണ്? ഒരിക്കലുമല്ല. ഇവിടെ ഇപ്പം അപ്പൊ എന്താണ് യോഗ്യത എന്നുള്ള ആ ഒരു വിഷയത്തിലേക്കാണ് നിങ്ങൾ പറയുന്നത്. വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞു, ഗുരു പറയുന്നത് നിരസിക്കാതെ അത് അതേപടി അനുസരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അർജുനൻ എന്ന്. ഗുരുദക്ഷിണയായി ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് കാരണമെന്നോ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്നോ ആലോചിച്ച് നിൽക്കാതെ പുറപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള അർജുനൻ ഓരോ ഗുരുവിന്റെ അടുത്ത് ഓരോ രീതിയിലാണോ പെരുമാറുന്നത്? ദ്രോണരുടെ അടുത്ത് അങ്ങനെ പെരുമാറിയെങ്കിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത് അർജുനൻ മറന്നു. 30 സെക്കൻഡ് കൂടിയേ ഉള്ളൂ. മാത്രമല്ല, അർജുനൻ ഒരു ക്ഷത്രിയനാണ്. ക്ഷത്രിയനിൽ ക്ഷത്രിയ വാസനയുണ്ട്. ആ ക്ഷത്രിയനിൽ ചെറിയൊരു തീർപ്പ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു ശ്രീകൃഷ്ണൻ. അവിടെ ഈ ഗീത ഉപദേശിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അവിടെ ക്ഷത്രിയനായതുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല, അദ്ദേഹം യുദ്ധം ചെയ്യും. നമ്മിലെ സംവാദങ്ങൾ കഴിഞ്ഞുകൂടും മുമ്പേ നമ്മുടെ മുന്നിൽ വരുന്നവരെ വധിപ്പൻ ഞാനെന്നു താപസനോടു സത്യവും ചെയ്തേനല്ലോ വന്നിഹ പറഞ്ഞതു ലക്ഷ്മണനല്ലോ താനും. പ്രണാമം മുനിവരിയ. അയോധ്യാഭഗന്റെ രാജധാനിയിലേക്ക് എഴുന്നള്ളിയതിന്റെ കാരണം അറിയിച്ചാലും. രാമരാജ്യത്ത് മുനിയുടെ ക്ഷേമത്തിന് ഭംഗം സംഭവിച്ചിട്ടുണ്ടോ മഹർഷേ? ഇല്ല കുമാര ലക്ഷ്മണ. ആര്യവർത്തങ്ങളിൽ അങ്ങോളം ഇങ്ങോളം ക്ഷേമവും ഐശ്വര്യവും മാത്രമേ ഉള്ളൂ. എങ്കിലും എനിക്ക് മഹാരാജ ശ്രീരാമചന്ദ്രനെ ഒന്ന് കാണേണ്ടതുണ്ട്. അദ്ദേഹത്തോട് ചില ദേവകാര്യങ്ങൾ ഉണർത്തിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ കാണാൻ തടസ്സമുണ്ടാകുമോ? ഒരിക്കലുമില്ല മുനിവരിയ. രാമരാജ്യവും ഇവിടുത്തെ രാജാവും പ്രജാഹിതം കാതോർത്ത് നിൽക്കുകയാണ്. വന്നാലും
പ്രണാമം മഹാരാജൻ. പ്രണാമം. രാമരാജ്യത്തിൽ മുനിമാർക്ക് ആവലാതിയോ? എന്താണിത് ലക്ഷ്മണ? ഇല്ല ജ്യേഷ്ഠ, ആവലാതി ഒന്നുമില്ല. ചില ദേവകാര്യങ്ങൾ സംസാരിക്കാനായാണ് ഇദ്ദേഹം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓ ശരി, വരൂ. മുമ്പ് കണ്ടിട്ടില്ല. ഏത് മുനികുലത്തിൽ നിന്നാണാവോ? എവിടെയാണോ ആശ്രമം? എല്ലാം പറയാം മഹാരാജൻ. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങേക്ക് ഉറപ്പു തരണം. ഉറപ്പുകളോ? എന്തുറപ്പുകളാണ് വേണ്ടത്? പറഞ്ഞാലും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയോട് ഉണർത്തിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സംഭാഷണത്തിൽ ഇടയ്ക്ക് ഭംഗം സംഭവിച്ചുകൂടാ. തീർച്ചയായും മാർഷേ, അങ്ങക്ക് പറയാനുള്ളത് കേട്ടിട്ട് മാത്രമേ ഞാൻ ഇനി ജലപാനം പോലും ചെയ്യുകയുള്ളൂ. പറഞ്ഞാലും. അത് പോരാ മഹാരാജൻ. പിന്നെ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ആ സംഭാഷണത്തിന് തടസ്സമുണ്ടാക്കിക്കൊണ്ട് ആരെങ്കിലും കടന്നു വന്നാൽ ആ വരുന്നയാളെ അങ്ങ് വധശിക്ഷയ്ക്ക് വിധിക്കണം. അതിന് സന്നദ്ധനാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. തീർച്ചയായും മാർഷേ, നമ്മുടെ സംഭാഷണത്തെ ഭംഗപ്പെടുത്തുവാൻ ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും കടന്നു വന്നാൽ അയാൾ വധിക്കപ്പെട്ടിരിക്കും. ലക്ഷ്മണ, വാതിൽക്കാരെ ഒഴിവാക്കിയേക്കൂ. നീ തന്നെ വാതിൽ കാക്കണം. ആരും അകത്ത് വരരുത്. കൽപ്പന പോലെ മഹാരാജൻ. വന്നാലും മാർഷേ. നിങ്ങൾക്ക് പോകാം. മഹർഷി ദുർവാസാവോ? ലക്ഷ്മണ, എവിടെ മഹാരാജൻ? എവിടെ ശ്രീരാമചന്ദ്രൻ? ഉണ്ട് മഹർഷി, അകത്തുണ്ട്. അങ്ങ് അല്പസമയം ഒന്ന് വിശ്രമിച്ചാലും. വിശ്രമം സാധ്യമല്ല. ഓരോ സമയവും അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിളിക്കും മഹാരാജനെ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനടുത്തേക്ക് എന്നെ കൊണ്ടുപോകൂ. മഹർഷി, അദ്ദേഹം മറ്റൊരു കാര്യത്തിൽ വ്യാപൃതനായിരിക്കുകയാണ്. അത് കഴിയും വരെ അങ്ങൊന്ന് ക്ഷമിച്ചാലും. ക്ഷമം സാധ്യമല്ല. വൈകിക്കുന്ന ഓരോ വിനാഴികയും ലക്ഷ്മണ, നിനക്ക് മാത്രമല്ല, നിന്റെ രാജ്യത്തെയും നിന്റെ കുലത്തെയും നിന്റെ നഗരത്തെയും ഞാൻ ശപിച്ച് ഭസ്മമാക്കും. മുനിയെ അനുസരിച്ചില്ലെങ്കിൽ കുലവും രാജ്യവും ഞാനടക്കം നശിക്കും. എന്നാൽ അനുസരിച്ചാൽ നാശം എനിക്ക് മാത്രം. ജ്യേഷ്ഠ, ലക്ഷ്മണ, നീ നമ്മുടെ സംഭാഷണം ഭംഗപ്പെടുത്തുന്നവന്റെ വിധി നീ കേട്ടതല്ലേ? എന്നിട്ടും അതേ ജ്യേഷ്ഠ, ആ വിധിയിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഇരയാകുന്നുള്ളൂ. പക്ഷേ പുറത്ത് ആ ദുർവാസാവുണ്ട്. അദ്ദേഹം വിധിക്കുക രാജ്യത്തിനും പ്രജകൾക്കും നേരെയാവും. അങ്ങനെ എല്ലാം ഇരയാകുന്നതിലും ഭേദം ഞാൻ മാത്രം ഇരയാകുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കിയാലും. വരൂ, മഹർഷി ദുർവാസാവിനെ കാണൂ. അപ്പോൾ ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വരും. ലക്ഷ്മണനില്ലെങ്കിൽ പിന്നെ രാമനുണ്ടോ? അങ്ങ് നിർദ്ദേശിച്ചതുപോലെ തന്നെ ഞാൻ എന്റെ ജന്മം സ്വയം സരയിൽ സമർപ്പിക്കും. പ്രണാമം മാർഷേ. എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? ധർമ്മവത്സല, ചെവിക്കൊണ്ടാലും. 1000 വർഷങ്ങളായി ഞാൻ തപസ്സിലായിരുന്നു. അതിൽ നിന്ന് പരസമാപ്തി ആവുകയാണ്. പാർന്ന് വിടാൻ അങ്ങയ്ക്കായി പാകം ചെയ്തിട്ടുള്ള ഭക്ഷണം ഞാൻ ആവശ്യപ്പെടുന്നു. അങ്ങത് എനിക്ക് നൽകിയാലും. തീർച്ചയായും മാർഷേ. മാർഷയ്ക്ക് ദേഹശുദ്ധിക്കുള്ള സൗകര്യമൊരുക്കൂ. മാർഷേ, അങ്ങ് ആചമനം കഴിച്ചു വരുമ്പോൾ ഞാൻ അതിഥി മന്ദിരത്തിലുണ്ടാകും.
അങ്ങനെയാകട്ടെ. എങ്കിലും എന്റെ കുമാരാ നീ ജ്യേഷ്ഠൻ വിഷമിക്കരുത്. എന്നെ വധിക്കാനുള്ള കൽപ്പന കൊടുത്താലും. ലക്ഷ്മണ, ഒരാളെ ത്യജിക്കുന്നതും വധിക്കുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നു. പോ, എന്നിൽ നിന്ന് പിരിഞ്ഞു പോ, എന്നേക്കുമായി പോ. ലക്ഷ്മണ, 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 ലക്ഷ്മണ. വിരാതൻ പൂർവജന്മത്തിൽ ആരായിരുന്നു? എ. മാതലി എന്ന തേരാളി, ബി. തുമ്പുരു എന്ന ഗന്ധർവൻ, സി. അശ്വനി എന്ന ദേവൻ, ഡി. വിശ്രവസ് എന്ന താപസൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി. തുമ്പുരു എന്ന ഗന്ധർവൻ. തുമ്പുരു എന്ന ഗന്ധർവൻ ഞാൻ ലോക്ക് ചെയ്യാണ് കേട്ടോ. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീമിലേക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ദണ്ഡകാരണ്യത്തിൽ വെച്ച് ശ്രീരാമന് വൈഷ്ണവ ചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും വാളും അമ്പും നൽകിയത് ഏത് മഹർഷിയാണ്? എ. സുധീഷ്ണൻ, ബി. ശരഭംഗൻ, സി. അഗസ്ത്യൻ, ഡി. ശതാനന്ദൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി. അഗസ്ത്യൻ. സി. അഗസ്ത്യൻ. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം. സി. അഗസ്ത്യൻ. നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന്. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ക്രോധാവശയ്ക്ക് കശ്യപനിൽ പിറന്ന പുത്രിയാണ് സുരഭി. സുരഭിക്ക് രോഹിണി എന്നും ഗന്ധർവി എന്നും 2 മക്കൾ. ഈ രോഹിണിയും ഗന്ധർവിയും 2 മൃഗകുലങ്ങളുടെ ആദിമാതാക്കളാണ്. ഏതാണ് ആ മൃഗകുലങ്ങൾ? എ. മാനും കഴുതയും, ബി. പശുവും കുതിരയും, സി. കരടിയും കാട്ടുപോത്തും, ഡി. ആടും ആനയും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി. പശുവും കുതിരയും. ബി. പശുവും കുതിരയും നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. രാവണനാൽ അപഹൃതയായി ആകാശമാർഗെ നീങ്ങുമ്പോൾ സീത ആരുടെ നേർക്കാണ് തന്റെ ആഭരണങ്ങൾ വലിച്ചെറിഞ്ഞത്? എ. സുഗ്രീവാദികളായ വാനരന്മാരുടെ നേർക്ക്, ബി. ദണ്ഡകവനത്തിലെ മുനിമാരുടെ നേർക്ക്, സി. പഞ്ചവടിയിലെ ആശ്രമ ദേവതമാരുടെ നേർക്ക്, ഡി. നർമ്മദാ നദിയുടെ നേർക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ. സുഗ്രീവാദികളായ വാനരന്മാരുടെ നേർക്ക്. ഓപ്ഷൻ എ. സുഗ്രീവാദികളായ വാനരന്മാരുടെ നേർക്ക് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. കബന്ധന്റെ യഥാർത്ഥ നാമം? എ. ധനു, ബി. ശ്രീ, സി. സ്ഥൂലൻ, ഡി. സൂക്ഷ്മൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ. ധനു. എ. ധനു ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. എ. ധനു. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് അഗൈൻ 2 മാർക്ക്. നിങ്ങൾ ഒന്നും പോയിട്ടില്ല അല്ലെ? എല്ലാത്തിനും 2 വാങ്ങി പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ അതാണ്. ശ്രീരാമനെ ദർശിച്ച ശേഷം ശബരി എന്താണ് ചെയ്തത്? എ. ശബരിയാശ്രമം വിട്ട് പുതിയൊരാശ്രമം തീർത്തു, ബി. അഗ്നിപ്രവേശം ചെയ്ത് പ്രാണൻ വെടിഞ്ഞു, സി. രാമനെ അനുഗമിച്ചു, ഡി. പമ്പാ നദിയിൽ മുങ്ങി ജീവൻ ത്യജിച്ചു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്താ ചെയ്തത് ശബരി? ഓപ്ഷൻ ബി. അഗ്നിപ്രവേശം ചെയ്ത് പ്രാണൻ വെടിഞ്ഞു. അഗ്നിപ്രവേശം ചെയ്ത് പ്രാണൻ വെടിഞ്ഞു നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു.
ആരാണ് ശബരി? ശബരിയെ കുറിച്ച് എന്തൊക്കെ അറിയാം? ശബരി മാതംഗ മഹർഷിയുടെ ആശ്രമത്തിലെ താഴ്ന്ന ജാതിക്കാരിയായ അടിച്ചുതള്ളിക്കാരിയായിരുന്നു. അപ്പോൾ ശബരിയുടെ വിശ്വാസം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഭഗവത് ദർശനം സാധ്യമാകില്ല, ഭഗവാനെ സ്തുതിക്കാൻ അവകാശമില്ല എന്നൊരു തെറ്റിദ്ധാരണ ശബരിക്ക് ഉണ്ടായിരുന്നു. രാമനത് തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാനെ കണ്ടെത്താനും ഭഗവാനെ സ്തുതിക്കാനും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും അല്ല വേണ്ടത്, ഭഗവത് ഭക്തിയാണ് വേണ്ടതെന്നും രാമനത് ആ തെറ്റിദ്ധാരണ തിരുത്തുകയും ചെയ്യും. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണോ? ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ഓം അമൃതേശ്വരി നമഃ. നമ്മളിൽ പലവരും ചോദിക്കുന്ന ചോദ്യമാണ് ഈശ്വരൻ എവിടെയാണ് ഉള്ളത് എന്ന്. പ്രഹ്ലാദന്റെ അച്ഛനായ ഹിരണ്യകശിപു ഒരിക്കൽ പ്രഹ്ലാദനോട് ചോദിച്ചിട്ടുണ്ട്, നീ ആരാധിക്കുന്ന ഈശ്വരൻ എവിടെയാണ് ഉള്ളത് എന്ന്. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാൻ എല്ലായിടത്തുമുണ്ട്. എന്നിലുമുണ്ട്, അച്ഛനിലുമുണ്ട്, തൂണിലും തുരുമ്പിലും ഈ കാണുന്ന സർവചരാചരങ്ങളിലുമുണ്ട് എന്ന്. ഭഗവാൻ നമ്മൾ ഓരോരുത്തരിലുമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമല്ലേ കഴിയൂ? ആർക്കെങ്കിലും എന്തെങ്കിലും കഷ്ടതകൾ കാണുമ്പോഴും നമുക്കവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്ന ചിന്തയാണ് ആദ്യം വരുന്നത്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് 2 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള പ്രളയമാണ്. എല്ലാവർക്കും ഇന്നും ആ പ്രളയത്തെ ഒരു ചെറിയ പേടിയോട് കൂടി മാത്രമേ ഓർക്കാൻ സാധിക്കൂ. അന്ന് നമ്മൾ ഓരോരുത്തരും പ്രളയത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും ധനസഹായവും എന്നുവേണ്ട പല വിധത്തിലും സഹായിച്ചിട്ടുണ്ട്. ഞാനും ചെയ്തു. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന പോലെ ഇത് നമ്മുടെ ഉള്ളിൽ കഷ്ടപ്പെടുന്നവരോടുള്ള കാരുണ്യം കൊണ്ടല്ലേ. ഇനി നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിലെ 12ാം അധ്യായമാകുന്ന ഭക്തിയോഗത്തിലെ 13ാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. അതായത് ഈ ലോകത്ത് ഒരു ജീവിയെയും നമ്മൾ വെറുക്കരുത്, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം, കഷ്ടപ്പെടുന്നവരോട് കാരുണ്യം കാണിക്കണം, എൻ്റേതെന്നോ ഞാനെന്നോ ഉള്ള ഭാവം വെടിയണം. നമുക്കൊന്നിലും അഹങ്കാരം ഉണ്ടാവരുത്. സുഖവും ദുഃഖവും ഒരുപോലെ സ്വീകരിക്കാൻ സാധിക്കണം. എല്ലാവരോടും എല്ലാത്തിനോടും ക്ഷമിക്കാൻ സാധിക്കണം. ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ പ്രീതി ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് എങ്ങനെയാണ് സുഖദുഃഖങ്ങളെ ഒരുപോലെ നേരിടാൻ സാധിക്കുക? സുഖത്തിൽ അതിരു കവിഞ്ഞ് തന്നെ മറന്ന് ആഹ്ലാദിക്കാതിരിക്കുക. എല്ലാം ഭഗവാന്റെ കൃപയാണെന്ന് ചിന്തിച്ച് ഭഗവാനോട് നന്ദി പറയുക. നമുക്കിനി ദുഃഖം വരുമ്പോഴോ നമ്മൾ അതിൽ ദുഃഖിച്ച് തളർന്നിരിക്കുകയും അരുത്, ഭഗവാനെ കുറ്റപ്പെടുത്തുകയും അരുത്. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണെന്ന് ചിന്തിച്ച് ഭഗവാനെ ഒന്നുകൂടി മുറുകെ പിടിക്കുവാൻ ശ്രമിക്കണം. അമ്പൂത്തിയമ്മ പറയുന്ന പോലെ ദുഃഖവും സുഖവും രാത്രിയും പകലും എന്ന പോലെയാണ്. രാത്രിയാവുന്നത് എന്തിനാണ്? വീണ്ടും നല്ലൊരു പുലർക്കാലം നമ്മൾക്ക് സമ്മാനിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഈശ്വരൻ നമുക്ക് ദുഃഖം തരുന്നതും നമ്മൾ ഒന്നുകൂടി ഉറച്ച ഭക്തിയിൽ ഭഗവാനെ ഭജിക്കുവാൻ വേണ്ടിയാണ്. അതുവഴി നമുക്ക് ഭഗവാനിലുള്ള ഭക്തി കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. അങ്ങനെ നമുക്കും ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ വിശ്വാസം തന്നെ രക്ഷിക്കൂ അമൃതേശ്വരി. ഈ പ്രാർത്ഥനയോട് കൂടി
ഈ ഉള്ളവളുടെ വാക്കുകൾ അമ്പോറ്റിയമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു.